അറിവ് ഓരോ മനുഷ്യനിലും സ്വതസിദ്ധമായി തന്നെ ഉള്ളതാണ്. ഒന്നും നമ്മൾ വെളിയിൽ നിന്ന് ശേഖരിക്കുന്നതല്ല. എല്ലാ അറിവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ നാം അതിനെപ്പറ്റി ബോധവാന്മാരല്ല. ഈ അറിവ് പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ആ മറ നീങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നു അല്ലെങ്കിൽ അറിയാം എന്ന് പറയുന്നത്. അതായത് അറിവിനെ മറച്ചിരിക്കുന്നതിനെ മാറ്റി അത് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ പഠനം എന്ന് പറയുന്നത്. ഉദാഹരണമായി, ചെറിയ കുട്ടികളെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ പല അറിവുകളും അവർ സ്വായത്തമാക്കുന്നത് കാണാം. ബാഹ്യലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് സ്വയം ഉള്ളിൽ നിന്നും ഓരോന്നും അവർ മനസ്സിലാക്കുകയാണ്. അതായത് അതുവരെ കണ്ടതും കേട്ടതും വെച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ പല രൂപത്തിൽ മാറ്റിയും മറിച്ചും നോക്കുമ്പോൾ അവയ്ക്കിടയിൽ നിന്നും ഓരോ അറിവുകൾ പുറത്തു വരും. അതാണ് അറിവെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ സ്വയം ചിന്തനം ചെയ്ത് അവയെ മറച്ചിരിക്കുന്ന കാര്യങ്ങൾ നീക്കി അവയെ കണ്ടെത്തുകയാണ് എന്ന് പറയുന്നത്. ബാഹ്യലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ അറിവ് കണ്ടെത്താൻ നമുക്ക് നൽകുന്ന പ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനാണ്. ഇങ്ങനെ ഓരോ തവണ നേടുന്ന ഓരോ അറിവും മാറ്റിയും മറിച്ചും പുതിയ പുതിയ ക്രമങ്ങളിൽ അടുക്കി നോക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തും. ബാഹ്യലോകത്ത് നടക്കുന്ന സുഖവും ദുഃഖവും സംഘർഷങ്ങളും, ചെയ്യുന്ന ഓരോ കർമ്മവും, കാണുന്ന ഓരോ വ്യക്തിയും, നേരിടുന്ന ഓരോ സന്ദർഭങ്ങളും മനുഷ്യനിൽ ഓരോ അറിവാണ് ആത്യന്തികമായി ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ ജീവിതത്തിൽ നാം കടന്നു പോകുന്നത് എന്തും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നമ്മളിലുണ്ടാകുന്ന പ്രേരണയായി കാണാവുന്നതാണ്.